ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടല്ലേ. ഞാൻ ആർക്കും ആപത്തൊന്നും ഉണ്ടാവാതിരിക്കട്ടല്ലേ സ്ഥലത്തും. അപ്പോൾ നമ്മളൊരു കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പഴയ പാട്ട് ഇങ്ങോട്ടൊന്ന് പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നിട്ടാ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളൊരു പാട്ടുകാരിയൊന്നല്ല, നന്നായിട്ട് പാടില്ല, എന്നാലും നമ്മളോട് അങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയൊരു അംഗീകാരമാണ് കേട്ടത്. പിന്നെ ഒരാൾ പറഞ്ഞ് ഇരുന്ന് പാടുന്നേക്കായി നല്ല മുറ്റത്തൊക്കെ നടന്ന് പാടണമെന്നാട്ടാ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർ വിചാരിക്കില്ല ഇവൾക്ക് ഭ്രാന്താന്ന് പാട്ട് കഴിഞ്ഞിട്ട് നടക്കാനെന്നൊക്കെ. എന്നാലും എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു വെക്കട്ടെ കൂട്ടുകാരെ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ട് കോരിത്തരിച്ചു നിന്നു. തെന്നൽ തരിച്ചു നിന്നു. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ട് കോരി തരിച്ചു നിന്നു. തെന്നൽ തരിച്ചു നിന്നു. വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ച വളരികിൽ വന്നു. വിധുവദനയായി വിവശയായി അവളൊതുങ്ങി നിന്നു. നാണം കുണുങ്ങി നിന്നു. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ. തരള ഹൃദയ വികാരലോലൻ തെന്നൽ അവളുടെ ചൊടി മുകർന്നു. തണുവണിൽ തളിർ ശയ്യയിൽ തനു തളർന്നു വീണു. തമ്മിൽ പുണർന്നു വീണു. തരള ഹൃദയ വികാരലോലൻ തെന്നൽ അവളുടെ ചൊടി മുകർന്നു. തണുവണിർ തളിർ ശയ്യയിൽ തനു തളർന്നു വീണു. തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നവളെ നോക്കി. അവളടുത്തിൽ അകലെയെങ്ങോ മറഞ്ഞു പോയി. തെന്നൽ പറന്നു പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ. പണ്ടൊരു വടക്കൻ തെന്നൽ.